യൂട്യൂബ് തന്നെ നമുക്ക് പല ട്രിക്സ് ആൻഡ് ടിപ്സുകൾ തരുന്നുണ്ട്. പക്ഷെ നമ്മളത് യൂസ് ചെയ്യുന്നില്ല എന്നാണ്. പലരും ഈ റിലേറ്റീവ് വീഡിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല, അവർക്ക് എന്താണെന്ന് പോലും അറിയുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്, പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന്. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എവിടെയും എത്താത്തവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലോങ് വീഡിയോയുടെ ലിങ്ക് ഉണ്ടല്ലോ, അത് എങ്ങനെ ഷോർട്സിൽ കൊടുത്തിട്ട് നമുക്ക് വ്യൂസും സബ്ബും വാച്ചവേഴ്സും കൂട്ടുക എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. പലർക്കും അത് അറിയുന്നില്ല. എന്നോട് കമന്റിലൂടെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഷോർട്സിൽ നമ്മുടെ ലോങ് വീഡിയോന്റെ ലിങ്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് വേറൊരു മാർഗം നമുക്ക് യൂട്യൂബ് തന്നെ തന്നിട്ടുണ്ട്. അതാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം, നമ്മുടെ ഷോർട്സിന്റെ താഴെ റിലേറ്റീവ് വീഡിയോ എന്ന് അങ്ങനെ കാണിക്കുന്നത് അല്ലേ, അത് പലർക്കും ചെയ്യാൻ അറിയുന്നില്ല, പലരും ചെയ്യുന്നില്ല. അപ്പൊ അത് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ലോങ് വീഡിയോയിൽ വ്യൂസ് കൂടാനും പിന്നെ സബ് കൂടാനും വാച്ചവേഴ്സ് കൂടാനും നല്ലൊരു മാർഗമാണ് റിലേറ്റീവ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏത് ഷോർട്സിലും റിലേറ്റീവ് വീഡിയോ ആഡ് ചെയ്യാം. പക്ഷെ നമ്മൾ ഒരു ഷോർട്സ് ചെയ്യുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആകുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ വ്യൂസ് കൂടി വരും. മനസ്സിലായോ? ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഞാൻ ലോങ് വീഡിയോ ഇടും, അതിന്റെ ഷോർട്സ് ഒരു കുറച്ച് ഷോർട്സ് ഭാഗം എടുത്തിട്ട് ഷോർട്സ് ആക്കി ഇടുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ, നമുക്ക് റീമിക്സ്, ലോങ് വീഡിയോന്റെ താഴെ റീമിക്സ് എന്ന് കാണും. അതിൽ പോയി കഴിഞ്ഞാൽ എഡിറ്റ് ഇൻറ്റു ഷോർട്ട് എന്ന് കാണും. അങ്ങനെ നമുക്ക് അത് ഷോർട്സ് വീഡിയോ ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ പറയാറുണ്ടല്ലേ, ഫുൾ വീഡിയോ റിലേറ്റീവ് വീഡിയോയിലും ചാനലിലും ഉണ്ട് എന്ന്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്കും വ്യൂസ് കൂടി വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമുക്ക് ഷോർട്സിന് 5000 അല്ലെങ്കിൽ 2000 3000 വ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ അതൊരു നമ്മുടെ ചെറിയൊരു ചാനലിൽ അതൊരു കുറച്ച് നല്ലൊരു വ്യൂസ് ആണ് അല്ലേ. അങ്ങനെ വ്യൂസ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു വീഡിയോ കൂടി ഇടുമ്പോൾ റിലേറ്റ് ചെയ്ത വീഡിയോക്ക് ഏകദേശം ഒരു 10-50 വ്യൂസ് എങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. പലരും അത് കാണാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പക്ഷെ പറയണം റിലേറ്റീവ് വീഡിയോ കൂടി കാണുക എന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ അത്തരത്തിലുള്ള ഒരു കട്ടായിരിക്കണം അവിടെ കൊടുക്കേണ്ടത് ഷോർട്ടിൽ. മനസ്സിലായോ? ഫുൾ മെയിൻ ആയിട്ടുള്ള ഭാഗം കൊടുക്കാൻ പാടില്ല. ഇടയിൽ ഒരു ഭാഗം മെയിൻ നല്ലൊരു പോയിന്റ് നോക്കി എഡിറ്റ് ചെയ്ത് അവിടെ ഷോർട്ട് ആക്കി ഇടണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യാൻ വ്യൂവേഴ്സിന് തോന്നത്തുള്ളൂ. മനസ്സിലായോ? എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം എഡിറ്റ് ചെയ്ത് ഷോർട്ട് ആക്കി ഇടുക. അത് ഞാൻ എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഹൈപ്പും ഷെയറും പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഏകദേശം 10-70 യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ അതും കൂടെ കാണുക. ഓക്കെ, അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സിനാണ് കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. അപ്പോൾ നമുക്ക് റിലേറ്റീവ് വീഡിയോ ചെയ്താൽ ഉള്ള ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത് മുമ്പ്. അപ്പോൾ നല്ല ഗുണം കിട്ടും റിലേറ്റീവ് വീഡിയോ ചെയ്താൽ. യൂട്യൂബ് തന്നെ നമുക്ക് പല ട്രിക്സ് ആൻഡ് ടിപ്സുകൾ തരുന്നുണ്ട്. പക്ഷെ നമ്മളത് യൂസ് ചെയ്യുന്നില്ല എന്നാണ്. പലരും ഈ റിലേറ്റീവ് വീഡിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല, അവർക്ക് എന്താണെന്ന് പോലും അറിയുന്നില്ല. നമുക്ക് വീഡിയോ ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മൾ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് വ്യൂസും കാര്യങ്ങളും കൂടി വരത്തുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻ കാണൂലേ, അതൊക്കെ നമ്മൾ ചെയ്ത് വരും. ചിലപ്പോൾ അലോ റിമിക്സ് ആൻഡ് ഓഡിയോ എന്നൊക്കെ വരും. അപ്പോൾ അത് ചെയ്താലും എന്താണ് ഗുണം. അതേപോലെ അതിന്റെ താഴെ റിലേറ്റീവ് വീഡിയോസ് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ലൈക്ക് ഓൺ ചെയ്താലും ഓഫ് ചെയ്താലും എന്തൊക്കെ ഗുണം, അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ഓരോന്ന് ചെയ്യാം, നേരെ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് വ്യൂസ് കൂടി വരാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ വീഡിയോന്റെ ലൈക്ക് അല്ലെങ്കിൽ ഷോർട്സിന്റെ ലൈക്ക് നമ്മൾ മറ്റുള്ളവർ കാണുന്ന വിധത്തിൽ ഷോ ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആ വീഡിയോക്ക് ഒരു മറ്റുള്ളവർ ചിലവർ എങ്ങനെയാണ് അറിയോ, ഈ വീഡിയോക്ക് ലൈക്ക് ഒന്നും കിട്ടിയിട്ടില്ല, ഞാൻ ലൈക്ക് ചെയ്യേണ്ട വിചാരിക്കും. നമ്മൾ ചിലപ്പോൾ ഒരുപാട് ലൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് ലൈക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരും ചെയ്യും. അപ്പോൾ എന്താണ് ലൈക്ക് ചിലപ്പോൾ ഓഫ് ആക്കി വെക്കുകയാണെങ്കിൽ അറിയാനും പറ്റില്ല എത്ര ലൈക്കാണ് കിട്ടിയെന്ന്, നല്ല വീഡിയോ ആണെന്ന് അറിയാനും പറ്റില്ല. ചിലപ്പോൾ ഫസ്റ്റ് തന്നെ അവർ വീഡിയോ കാണാതെ ലൈക്കും കമന്റ് ഒക്കെ ചെയ്യാറുണ്ട് ചിലവർ. അപ്പോൾ നിങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ റിലേറ്റീവ് വീഡിയോന്റെ ഗുണം വളരെ വലുതാണ്. അപ്പോൾ ഇതുവരെയും ചെയ്യാത്തവരൊക്കെ റിലേറ്റീവ് വീഡിയോ എന്തായാലും ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് റിലേറ്റീവ് വീഡിയോ ആഡ് ചെയ്യണം, എങ്ങനെയാണ് ലോങ് വീഡിയോയിൽ നിന്നും നമുക്ക് എഡിറ്റ് ഇൻറ്റു ഷോർട്ട് വീഡിയോ ആക്കി മാറ്റുന്നത്, അത് റിലേറ്റ് ചെയ്ത് ലോങ് വീഡിയോയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓക്കെ, നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ലോങ് വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റീമിക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എഡിറ്റ് ഇൻറ്റു ഷോർട്ട് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് ഷോർട്സ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇഷ്ടമുള്ള ഭാഗം സെലക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യാം, നിങ്ങളുടെ വീഡിയോ എടുത്തിട്ട് ഇതുപോലെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുൾ വീഡിയോ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗം എടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നമ്മൾ സാധാ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് പ്രോസസ്സിംഗ് ആയി വരുന്നുണ്ട്. നമുക്ക് മാക്സിമം 3 മിനിറ്റ് വരെയുള്ള ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റും, അതെല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഇതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക, അതൊക്കെ സൈഡ് കാണുന്നുണ്ട്. പിന്നെ ഇതിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫുൾ വീഡിയോ ചാനലിലും റിലേറ്റീവ് വീഡിയോ
വീഡിയോയിൽ ലഭിക്കുമെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. സൈഡ് ഒരു ലൈനിൽ പിടിച്ച് വലിക്കുകയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് ഇത്രയും വലിയ സൈസിലാണ്. അപ്പോൾ ഇത് എനിക്ക് ചെറുതാക്കണം. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് മാറുന്നത്. അപ്പോൾ ഇത് എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് നിർത്താൻ പറ്റും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിട്ട്. പിന്നെ ഫിൽറ്ററും കാര്യങ്ങളും വേണമെങ്കിൽ കൊടുത്താൽ മതി. ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കൊടുക്കുന്നില്ല. കൊടുക്കുമ്പോൾ ഒരുപാട് ബോറായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ടൈം ലൈനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ എവിടെയാണോ വേണ്ടത് അവിടേക്ക് വരുത്താൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, ഞാനിപ്പോൾ കുറച്ച് ഭാഗത്താണ് വരുത്തുന്നത് അവസാനം. അപ്പോൾ ഇത് അവസാനം മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഫസ്റ്റ് വേണമെങ്കിൽ ഫസ്റ്റ് വരുത്താം, അവസാനം വേണമെങ്കിൽ അങ്ങനെ വരുത്താം. പിന്നെ നമ്മൾ എണ്ണ കൊടുക്കുക. പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് തമ്പനെയിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ള തമ്പനെയിൽ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സാധാരണ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെയാണ് എഡിറ്റിംഗ് ടു ഷോർട്ട് ചെയ്യുന്നതും. അപ്പോൾ ഞാൻ ഇഷ്ടമുള്ളൊരു തമ്പനെയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നല്ല ഒരു തമ്പനെയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഷോർട്സ് നല്ല റീച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് പല മൂമെൻറ്റും അതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തമ്പനെയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഷോർട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ സ്ക്രീൻ റെക്കോർഡും കൂടി ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ. അല്ലാതെ ടൈം ആക്കാൻ വേണ്ടി ഓരോന്നും ഇങ്ങനെ ആക്കുകയല്ല. ഇത് ഞാൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ എനിക്ക് തമ്പനെയിൽ കറക്റ്റായി കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊന്ന് ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ലൊക്കേഷനൊക്കെ കൊടുക്കുക. അതിൻ്റെ താഴെ റിലേറ്റീവ് വീഡിയോ എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് വീഡിയോയിൽ നിന്നാണോ എടുത്തത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അപ്ലോഡ് ഫുള്ളായി കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഏത് ഷോർട്സിലും ഏത് വീഡിയോ വേണമെങ്കിലും റിലേറ്റീവ് വീഡിയോ ആയിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ മുമ്പ് ഷോർട്സ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ എല്ലാ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോഴും നമുക്ക് റിലേറ്റീവ് വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് നമുക്ക് ഏത് വീഡിയോ വേണമെങ്കിലും റിലേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് അതിൽ വ്യൂസ് കിട്ടിയാൽ മതി. അതിനനുസരിച്ച് അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുവരെയും റിലേറ്റീവ് വീഡിയോ ലോങ് വീഡിയോ നിന്ന് എഡിറ്റ് ഇൻറ്റു ഷോർട്സ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. വ്യൂസ് ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും വാച്ചവേഴ്സ് ആണെങ്കിലും കൂടി വരും. അപ്പോൾ പ്രത്യേകം പറയുകയാണ്, നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് യൂട്യൂബ് തന്നെ കാണിച്ചു തരുന്ന ട്രിക്കും ടിപ്സൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ നോക്കുക. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമൻറ്റും ഹൈപ്പും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഹൈപ്പ് എന്നത് പുതിയൊരു ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കമൻറ്റിൻ്റെ സൈഡായിട്ട് 2 ഡോട്ട് കാണും, അല്ലെങ്കിൽ ലൈക്ക് കമൻറ്റ് സൂപ്പർ താങ്ക്സ് ആ സെക്ഷനിൽ തന്നെ ഹൈപ്പിൻ്റെ ചിഹ്നവും ഹൈപ്പും കാണും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒരു ഹൈപ്പ് കൂടെ തരിക. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.